എത്ര പഠിച്ചിട്ടും മാർക്ക് കിട്ടുന്നില്ല, പരീക്ഷയ്ക്ക് സമയം തികയുന്നില്ല, പരീക്ഷാ ഹാളിൽ എത്തിയാൽ പിന്നെ ഒരു പേടിയാണ്. പഠിക്കണമെന്നുണ്ട്, പക്ഷേ എവിടുന്ന് തുടങ്ങണം എന്നറിയില്ല, അല്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കും നമ്മളിപ്പോഴുള്ളത്. ഒരു മാസമാണ്, നിങ്ങൾ ഏത് സ്റ്റാൻഡേർഡ് ആവട്ടെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉള്ളത്. അപ്പോൾ ഒരു ഹൈസ്കൂൾ ലെവൽ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള അല്ലെങ്കിൽ അതിന് ബിയോണ്ടുള്ള കുട്ടികൾ പരീക്ഷാ സമയമാകുമ്പോൾ ഇങ്ങനൊരു പ്രതിസന്ധിയിലാണുള്ളത്. എന്താണ് ഇതിന് കാരണം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിനുള്ള ഒന്നാമത്തെ കാരണം എന്നുള്ളത് നമ്മൾ പ്ലാൻഡ് അല്ല എന്നുള്ളതാണ്. നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? നമ്മൾ പ്രിപ്പയർ ചെയ്യാത്തൊരു കാര്യത്തെയാണ് നമ്മൾ പേടിക്കുന്നത്. കോവിഡ് വന്നപ്പോൾ നമ്മളെല്ലാവരും മാസ്ക് ഇട്ടു. നമ്മൾ ഒരുപാട് കാലം, മാസങ്ങൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലിരുന്നു. ഇപ്പോഴും കോവിഡ് നമ്മുടെ കൂടെ ഉണ്ടോ? കോവിഡ് നമ്മുടെ കൂടെയുണ്ട്. കോവിഡിൻ്റെ ശക്തി താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം സംഭവിച്ചൊരു കാര്യം, നമ്മൾ കോവിഡിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു, അതിനുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമുക്ക് മനസ്സിലാക്കി, ഇനി അതിനുള്ള ചികിത്സ നമ്മൾ മനസ്സിലാക്കി, വാക്സിൻ ഡെവലപ്പ് ചെയ്തു. സ്വാഭാവികമായിട്ടും കോവിഡിനെ കുറിച്ചുള്ള പേടി നമ്മളിൽ നിന്ന് മെല്ലെ മെല്ലെ അപ്രത്യക്ഷമായി. അപ്പോൾ നമ്മൾ പ്രിപ്പയർഡായി, നമ്മൾ പ്ലാൻഡായി, നമ്മൾ ഫെമിലിയറൈസ്ഡ് ആയി എന്നുള്ളതാണ് കാര്യം. ഇതേപോലെ പരീക്ഷയ്ക്കും നമ്മൾ പ്ലാൻഡ് ആൻഡ് പ്രിപ്പയർഡ് ആയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പേടിയൊന്നും വരില്ല. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റിവിഷൻ ഇരിക്കുമ്പോൾ നമ്മൾ എസെൻഷ്യലി യൂസ് ചെയ്യുന്നത് ഒരു ലോ യൂട്ടിലിറ്റി റിവിഷൻ ടെക്നിക്സ് ആണ്. എന്താണ് ഈ ലോ യൂട്ടിലിറ്റി റിവിഷൻ ടെക്നിക്സ്? നമുക്ക് ഒരുപാട് സമയമെടുക്കുന്ന, എന്നാൽ ആക്ച്വലി അത്രയധികം എഫക്റ്റീവ് ആവാത്ത ടെക്നിക്സിനാണ് ഞാൻ ലോ യൂട്ടിലിറ്റി ടെക്നിക്സ് എന്ന് വിളിക്കുന്നത്. 3 ടെക്നിക്സ് ലോ യൂട്ടിലിറ്റിയാണ്, അതായത് വലിയ യൂസ് ഒന്നും ഇല്ലാത്തതാണ്. 1, റിവിഷൻ്റെ ഭാഗമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വീണ്ടും വീണ്ടും വായിക്കുക. 2, നോട്ട്സ് എഴുതുക അല്ലെങ്കിൽ നോട്ട്സ് വീണ്ടും വീണ്ടും വായിക്കുക. 3, ടെക്സ്റ്റ് ബുക്ക് അണ്ടർലൈൻ ചെയ്യുക അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുക. ഇതെല്ലാം നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. ഇത് ലോ യൂട്ടിലിറ്റി ആണെങ്കിൽ പിന്നെ എന്താ ചെയ്യുക എന്നുള്ളതായിരുന്നു നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് ഇത് ലോ യൂട്ടിലിറ്റി ആവുന്നത് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നോട്ട് ബുക്ക് എഴുതുമ്പോൾ, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുമ്പോൾ, നമ്മൾ ആക്ച്വലി ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണെന്ന് വിചാരിക്കുക. ഇത് എനിക്കറിയാം എന്നുള്ള തോന്നലുണ്ടാവും. അറിയാം, ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെക്കഗ്നീഷനാണ് ആക്ച്വലി നടത്തുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ആക്ച്വൽ ലേണിംഗ് നടത്തുന്നില്ല. അതായത് നമ്മുടെ ബ്രെയിനിന് നമ്മൾ എന്തെങ്കിലും വർക്ക് കൊടുക്കുമ്പോൾ അവിടെ ലേണിംഗ് നടക്കുള്ളൂ. ഇതിങ്ങനെ കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യാണ്, ഇത് എനിക്ക് അറിയാം എന്നുള്ളൊരു തോന്നൽ മാത്രമാണ് ഉണ്ടാവുന്നത്. ആക്ച്വലി നമ്മുടെ ബ്രെയിനിന് പ്രത്യേകിച്ച് ഒരു വർക്കൊന്നും കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ നോട്ട് എഴുതുമ്പോഴും നമ്മൾ നോക്കിയാണ് എഴുതുന്നത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് തോന്നുന്ന പോയിന്റ്സ് എഴുതുന്നത്. ഹൈലൈറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് തോന്നുന്ന പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അത് നമുക്കൊരു മനസ്സിൻ്റെ സമാധാനം തരും എന്നുള്ളതല്ലാതെ ആക്ച്വലി സ്പീക്കിംഗ് നമ്മുടെ എക്സാമിന് അത് അത്രത്തോളം യൂസ്ഫുൾ ആയി വരില്ല. അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്സ്? അതിനെക്കുറിച്ച് ഒരു വർക്ക്ഷോപ്പ്, ഒരു എക്സാം ക്രാക്കിംഗ് വർക്ക്ഷോപ്പ് ഞാൻ ജനുവരി 29 മൺഡേ കുട്ടികൾക്കായിട്ട് എക്സ്ക്ലൂസീവ്ലി നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. അതിൻ്റെ ഒരു അണ്ടർലൈൻ ഫിലോസഫി ഞാനിപ്പോൾ പറയാം. കൂടുതൽ ടെക്നിക്സ് ഞാൻ വർക്ക്ഷോപ്പിൽ ഞാൻ ഡിസ്കസ് ചെയ്യും. എന്താണ് നമ്മളപ്പോൾ ചെയ്യേണ്ടത്? നമ്മുടെ ബ്രെയിന് വർക്ക് കൊടുക്കുന്ന രീതിയിലോട്ട് നമ്മൾ മാറണം. അതായത് നമ്മുടെ ബ്രെയിൻ ഈസ് എൻ അമേസിങ് ഓർഗൻ, റൈറ്റ്? നമ്മുടെ ബ്രെയിനിന് നന്നായിട്ട് നമ്മൾ പണി കൊടുക്കുമ്പോഴേ അത് എക്സാം സമയത്തും പ്രവർത്തിക്കുകയുള്ളൂ. അല്ലാതെ എന്താ സംഭവിക്കുക, ഇപ്പോൾ ഒരു പണിയും കൊടുക്കാൻ എക്സാം സമയത്തും നമ്മൾ പണിയെടുപ്പിക്കാൻ ശ്രമിച്ചാലും ബ്രെയിന് പണിയെടുക്കൂല. ഏതുപോലെ, എനിക്കിപ്പോൾ ഒരു 50 കിലോ ഭാരമുള്ള ഒരു കല്ല് പൊക്കണം എന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ ഇന്ന് പോയാൽ പൊക്കാൻ സാധിക്കുമോ? ഇല്ല. എനിക്ക് എന്ത് വേണം? എനിക്ക് നല്ല പ്രാക്ടീസ് വേണം. ഞാൻ മേ ബി ഒരു 2 months ഞാൻ ജിമ്മിൽ പോകണം, ബോഡീനെ ട്രെയിൻ ചെയ്യണം, എൻ്റെ ഫിസിക്ക് ഫിറ്റ് ആക്കണം, അല്ലേ? അപ്പോഴേ എൻ്റെ ബോഡിക്ക് താങ്ങാൻ സാധിക്കുള്ളൂ. അതേപോലെ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നാലേ പരീക്ഷാ ഹാളിൽ ബ്രെയിന് വർക്കാവുള്ളൂ, അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ പരീക്ഷയ്ക്ക് പേടി വരാനുള്ള, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് അണ്ടർ പ്രിപ്പയർഡ് ആവാനുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് മാർക്ക് കിട്ടാതിരിക്കാനുള്ള മെയിൻ കാരണം നമ്മുടെ ബ്രെയിൻ അണ്ടർ പ്രിപ്പയർഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് വർക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ലേണിങ്ങിലോട്ട് നമ്മൾ മാറണം. അതാണ് ആക്റ്റീവ് ലേണിംഗ്. നമ്മുടെ ബ്രെയിനിന് വർക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ലേണിംഗ് ആണ് ആക്റ്റീവ് ലേണിംഗ്. അപ്പോൾ ഈ ആക്റ്റീവ് ലേണിംഗ് ടെക്നിക്സ് എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യുക. ആ വർക്ക്ഷോപ്പിലോട്ട് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ ഏജ് ഗ്രൂപ്പോ കാര്യങ്ങളും നോക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് എക്സ്ട്രീംലി യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഞാൻ തന്നെ ആയിരിക്കും വർക്ക്ഷോപ്പ് നയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിൽ കൂടുതൽ എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് റിവിഷൻ ചെയ്യാം, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം എന്നുള്ള ടെക്നിക്സുമായിട്ട് കാണാം. ഓക്കെ, അതുവരേക്കും ഗുഡ് ബൈ.